നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള A to Z ഡീറ്റെയിൽസ് സെറോദ കൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാകും, ബട്ട് A to Z ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് ഇൻട്രാഡേയിൽ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്ത് ലൈവായിട്ട് മാർക്കറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്ത് സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കും, എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ പ്ലേസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ലോങ് ടൈമിലേക്ക് എൻട്രി എടുക്കാം, എങ്ങനെ MDF ഫ്യൂച്ചർ യൂസ് ചെയ്യാം, എങ്ങനെ ഐസ്ബർഗ് ഫ്യൂച്ചർ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് GT ഓർഡറുകൾ പ്ലേസ് ചെയ്യാം, എങ്ങനെ ചാർട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും, എങ്ങനെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള A to Z ഡീറ്റെയിൽസ് ലൈവ് മാർക്കറ്റിൽ വന്ന് എൻട്രി എടുത്താണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കൈറ്റ് സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കും. അതിനുശേഷം നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റുകളും ട്രേഡിങ്ങും ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് സെറോദ എന്ന് പറഞ്ഞ ബ്രോക്കർ എടുത്തിരിക്കുന്നത്? അവർ ഡിസ്കൗണ്ട് ബ്രോക്കറാണ്, നമ്പർ 1 ബ്രോക്കറാണ്, വർഷങ്ങളായിട്ട് നമ്പർ 1 നമ്പർ 2 കാറ്റഗറിയിൽ തന്നെ അവർ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സെറോദ ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്. പേഴ്സണലി ഞാൻ പറയുന്നതാണ്, കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും ചെറിയ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഇവരുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി, നല്ല കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും ചെറിയ ബ്രോക്കറേജ് തരുന്നു. ഒരുപാട് ആക്റ്റീവ് ക്ലയൻസ്, ഒരുപാട് നല്ല ഫ്യൂച്ചേഴ്സ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ വാച്ച് ലിസ്റ്റുകളൊന്നും കാണില്ല. വാച്ച് ലിസ്റ്റ് 1, വാച്ച് ലിസ്റ്റ് 2, വാച്ച് ലിസ്റ്റ് 3, വാച്ച് ലിസ്റ്റ് 4, വാച്ച് ലിസ്റ്റ് 5, അങ്ങനെ കുറേ വാച്ച് ലിസ്റ്റുകൾ മാത്രം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ സെക്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ ആദ്യമേ തന്നെ ക്ലിക്ക് ചെയ്യുക. തന്നെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി 7000 രൂപ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ആഡ് ഫണ്ട് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് ആണോ ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ 1000 രൂപയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ 1000 രൂപ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് UPI, BAM, ഗൂഗിൾ പേയ്മെൻറ്റ്, നെറ്റ് പേയ്മെൻറ്റ്, അതർ ഓപ്ഷൻസ്, പല ഓപ്ഷൻസ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പിന്നൊക്കെ UPIയുടെ ഒക്കെ ആണെങ്കിൽ ഗൂഗിൾ പേയുടെ ഒക്കെ ആണെങ്കിൽ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ഇതിൻ്റെ ഫണ്ട് ആഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വിഡ്രോ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ബാലൻസ് കിടക്കുന്നുണ്ടോ അത് നമുക്ക് 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇവിടെ എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യേണ്ടത് അത് അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 5000 ആണ് വിഡ്രോ ചെയ്യേണ്ടത്. 5000 എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി, ആ ഒരു ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഫണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫണ്ട് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് വിഡ്രോയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം. അപ്പോൾ അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. 20 രൂപ 30 രൂപ അങ്ങനെ ഒരു ചെറിയൊരു ഫീസ് മാത്രമാണ് ഈടാക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അതും സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനും നമ്മൾ പഠിച്ചു. ആദ്യമേ ചെയ്യേണ്ട ഫണ്ട് ആഡ് ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനുമാണ്. അപ്പോൾ ബാക്കിയുള്ള ഇവിടുത്തെ ഫ്യൂച്ചേഴ്സും കൂടെ നമുക്കൊന്ന് നോക്കി പോകാം. ഇവിടെ ആപ്പ് കോഡ് കാണാൻ സാധിക്കും. പ്രൊഫൈൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ BOID ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഉണ്ട്, കണക്റ്റഡ് ആപ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ബാക്കി ഇവിടെ P&L എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ടാക്സ് P&L ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ കംപ്ലീറ്റ് P&L ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്കാണ്. വാച്ച് ലിസ്റ്റ് ഞാൻ പറഞ്ഞു, ഇവിടെ വാച്ച് ലിസ്റ്റ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ സ്റ്റോക്കുകൾ ഓരോ വാച്ച് ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ വാച്ച് ലിസ്റ്റിൻ്റെ പേര് മാറ്റി. എങ്ങനെയാണ് പേര് മാറ്റുന്നത്, അതിൽ ക്ലിക്ക് ചെയ്തു കഴിയുമ്പോഴത്തേനും നമുക്ക്
വാച്ച് ലിസ്റ്റിൻ്റെ പേര് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നിഫ്റ്റി 50 എന്നുള്ളത് നിഫ്റ്റി 500 എന്ന് വേണമെങ്കിൽ നിഫ്റ്റി 500 അടിച്ചു കൊടുക്കുക. അപ്പോൾ നിഫ്റ്റി 50 എന്ന് ആഡ് ചെയ്ത് ഞാൻ നിഫ്റ്റി 50ലെ 50 കമ്പനികൾ ഞാൻ താഴോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു അത് വന്ന് നമുക്ക് ഡെയിലിയിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് താല്പര്യമുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഓട്ടോ സെക്ടറിലുള്ള കമ്പനികൾ ഫുൾ ആഡ് ചെയ്യാം, മെറ്റൽസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടേതായ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. വാച്ച് ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി ഇതിൻ്റെ അകത്തായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ റിലയൻസ് ഇവിടെ കണ്ടോ, റിലയൻസ് 2 എണ്ണം വന്നിട്ടുണ്ട്. ഒന്ന് NSEയിലെ റിലയൻസ് വന്നിട്ടുണ്ട്, ഒന്ന് BSEയിലെ വന്നിട്ടുണ്ട്. നമുക്ക് NSEയിലെ റിലയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. രണ്ടും സെയിം ആണ്, സെയിം കമ്പനി തന്നെയാണ്. NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് NSE BSE എന്ന് പറഞ്ഞ് വരുന്നത്. ഞാനിവിടെ NSEയിലെ റിലയൻസ് ആഡ് ചെയ്യുവാണ്. ആഡായിട്ടുണ്ട്. നമ്മൾ പുറകോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കണ്ടോ റിലയൻസ് വന്നു. നമുക്ക് വീണ്ടും പുതിയ കമ്പനി വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ടാറ്റ മോട്ടേഴ്സ് TMCV, ടാറ്റ മോട്ടർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് ആഡ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ടാറ്റ മോട്ടേഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആഡ് ചെയ്തു. കണ്ടോ, ഇങ്ങനെ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ഓരോ സ്റ്റോക്കുകളും ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വളരെ സിമ്പിളായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് കളയണമെങ്കിൽ എന്താണ്, എടുത്ത് കളയണമെങ്കിലും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്ക് റിലയൻസ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ റിലയൻസ് കട്ട് ചെയ്ത് കളഞ്ഞു, സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഒരു വാച്ച് ലിസ്റ്റിൽ നിന്ന് റിലയൻസ് പോയി. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോക്സിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഓരോ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമുക്ക് ETF-കളിലും സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ETF-കളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്കിനെ എങ്ങനെ കണ്ടെത്താം? സ്റ്റോക്ക് എന്ന് പറയുന്ന സ്റ്റോക്കിനെ കണ്ടെത്താൻ എന്താണ്, നമുക്ക് പേരറിയായിരിക്കണം. ഏത് കമ്പനിയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ മാരുതിയുടെ ആണെങ്കിൽ മാരുതി എന്ന് അടിച്ചു കൊടുക്കുക. അപ്പം തന്നെ ഇവിടെ കണ്ടോ മാരുതി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്, മാരുതിയുടെ പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ അത് വരുന്ന കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ വരും മാരുതി എന്ന് പറഞ്ഞ് NSE എന്ന് പറഞ്ഞ് ഈ ഒരു ഫോർമാറ്റിൽ വരുന്നതാണ് മാരുതിയുടെ സ്റ്റോക്ക്. അത് BSE എന്ന് പറഞ്ഞു വരും, NSE എന്ന് പറഞ്ഞു വരും. BSEയിലും NSEയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻ കേസ് NSEയിൽ മാത്രം അല്ല BSEയിൽ മാത്രം അല്ലെങ്കിൽ BSE എന്ന് പറഞ്ഞാൽ മാത്രമേ വരുള്ളൂ, NSEയിൽ വരത്തില്ല. അധികം കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യുന്ന പഠിച്ചു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ, ഇപ്പം നമുക്ക് എന്താണ് ടൈറ്റാൻ എന്ന് പറഞ്ഞ കമ്പനി സെർച്ച് ചെയ്യണം. ഇത് കണ്ടോ, ടൈറ്റാൻ എന്ന് പറഞ്ഞ കമ്പനി വന്നു. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ടൈറ്റാൻ എന്ന് പറഞ്ഞ കമ്പനി വന്നു. ഇനി ആ ടൈറ്റാൻ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റാൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. അപ്പോൾ അവിടെ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, സെല് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ചാർട്ട് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷനുണ്ട്, ഓപ്ഷൻ ചെയിൻ മനസ്സിലാക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് അലേർട്ടുകൾ സെറ്റ് ചെയ്യാം, ക്രിയേറ്റ് GTT, പിന്നെ ആൾക്കാർ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി, ബാക്കിയുള്ള എത്ര എമൗണ്ടിലാണ് ആൾക്കാർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മാർക്കറ്റ് ഡെപ്ത് അതിവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആ ഇന്നത്തെ ഒരു ദിവസത്തെ ഡേ റേഞ്ച് ഇപ്പോൾ എത്രയിലാണ് നിൽക്കുന്നത്, 3982 രൂപ 50 പൈസയിലാണ് നിൽക്കുന്നത്. 3954 രൂപ 10 പൈസയിലാണ് ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് 3990 ഹൈ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് ഡേ റേഞ്ചിൻ്റെ ഏകദേശം ഹൈയോട് ചേർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് പ്രൈസ് കാണാൻ സാധിക്കും, ക്ലോസിംഗ് പ്രൈസ് ഇപ്പം നിൽക്കുന്ന കഴിഞ്ഞ ദിവസത്തെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വോളിയം, ട്രേഡിംഗ് വോളിയം, ആവറേജ് ട്രേഡിംഗ് വോളിയം, ഇതൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട്, മാക്സിമം ഒരു സ്റ്റോക്ക് ഇന്ന് ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലോവർ സർക്യൂട്ട് എത്രയാണ്, 3585 രൂപ. അത് അങ്ങനെ ലാർജ് ക്യാപ് കമ്പനികളൊന്നും അധികം അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് ഒന്നും അടിക്കാറില്ല. ഇൻ കേസ് അടിച്ചു കഴിഞ്ഞാലും ഇത്രയാണ് വരുന്നത് മാക്സിമം. അപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ 4382 എന്നുള്ള റേഞ്ചാണ് ലാസ്റ്റ് റേഞ്ച്. ഇത്രയും മൂവ്മെൻറ്റുകളൊന്നും ലാർജ് ക്യാപ് കമ്പനികൾ പൊതുവെ തരാറില്ല. 52 വീക്ക് ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇനിയാണ് നമ്മൾ വരുന്നത്. നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. കമ്പനിയുടെ ക്വാളിറ്റി ഡേറ്റാസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഓപ്പൺ ആക്കാം. ഇവിടെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഓവർവ്യൂ കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പനിയുടെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് കൺസോളിഡേറ്റഡ് ആണ്, സമ്മറി മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ടിജോറി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി, ജസ്റ്റ് ടിജോറി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോയി കംപ്ലീറ്റ് ആയിട്ട് ടിജോറിയിൽ പോയി നമുക്ക് ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. ആ ഒരു കമ്പനിയുടെ ഒരുപാട് ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് കിട്ടും. ഇത് കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ് അവരത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽസ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഗ്രോത്ത് ടേബിൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. മനസ്സിലാക്കി വെക്കുക, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക ഒരു ബിഗിനർ ആണെങ്കിൽ. ഇപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും
ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ തിജോറി ആയിട്ട് കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്നിക്കൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് സ്കാനേഴ്സും സ്ട്രാറ്റജീസും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ഫെസിലിറ്റീസ് ഇവിടെ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ടൈറ്റാൻ്റെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് സിമ്പിളായിട്ടുള്ള ലൈൻ ചാർട്ട് ഇടാം. അത് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് പ്രൈസ് ഓൾറെഡി ഒത്തിരി മുകളിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാറ്റി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഇടണമെങ്കിൽ ഇവിടെ ക്യാൻഡിൽസ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഡെയിലി എന്നുള്ളത് ചേഞ്ച് ചെയ്ത് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം വേണമെങ്കിൽ വീക്ക്ലി എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീക്ക്ലി ടൈം ഫ്രെയിം കിട്ടും. വലിയൊരു ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ FX എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വോളിയം ആഡ് ചെയ്യണമെങ്കിൽ വോളിയം ആഡ് ചെയ്യാം. വോളിയം ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂവിങ് ആവറേജ് ആഡ് ചെയ്യണമെങ്കിൽ മൂവിങ് ആവറേജ് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. വോളിയം ആഡ് ചെയ്യാൻ സാധിക്കും. മൂവിങ് ആവറേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് പഠനങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാളാണ്. നമുക്ക് ടൈറ്റാൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇൻട്രാഡേയിൽ ഇനി മുകളിലേക്ക് പോകുമെന്ന് ടെക്നിക്കൽ അനാലിസിസ് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ വാങ്ങി ഇന്നത്തെ ദിവസം തന്നെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ടൈറ്റാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് റെഗുലർ, MDF, ഐസ്ബർഗ്, കവർ എന്ന് പറഞ്ഞ പല ടൈപ്പ് ഓഫ് ഓർഡർ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ റെഗുലർ എന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ NSE, BSE എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് NSEയിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ BSEയിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ബൈ ചെയ്യേണ്ടത് അതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ലിമിറ്റ് എന്നുള്ളിടത്ത് ഒന്നുകിൽ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസിൽ തന്നെ വാങ്ങണമെങ്കിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് ആ ഓർഡർ ഇപ്പം തന്നെ വാങ്ങണമെന്നാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതല്ല നമുക്ക് കുറച്ചും കൂടെ വില കുറവിൽ വന്നു കഴിഞ്ഞാലാണ് വാങ്ങേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3970 വന്നു കഴിഞ്ഞാലാണ് നമുക്ക് വാങ്ങേണ്ടത്. അതൊരു 10-15 രൂപ കൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് വാങ്ങേണ്ടതെങ്കിൽ നമ്മൾ 3970 എന്നുള്ള ലിമിറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇത് കൂടുതൽ വാങ്ങണം, അതായത് 3990 മുകളിൽ പോയി കഴിഞ്ഞാൽ വാങ്ങണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഒന്നും വേണ്ട, കുറച്ചും കൂടെ മുകളിലേക്ക് സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ബൈ ചെയ്ത് അതിലും മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ 3900 പകരം 3990 പകരം 4000 എന്ന പ്രൈസിൽ ബൈ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ 4000 എന്ന ട്രിഗർ പ്രൈസ് ഇട്ട് കൊടുക്കണം. 4000 എന്ന ട്രിഗർ പ്രൈസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 4000 എന്ന പ്രൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഒരു ക്വാണ്ടിറ്റി നമ്മൾ ബൈ ആകും. അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും, 4000 എന്ന പ്രൈസിലായിരിക്കും അത് ബൈ ആകുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഓർഡേഴ്സും ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓർഡർ ഇൻട്രാഡേയിൽ വരുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇൻട്രാഡേയിൽ നമുക്ക് ഈ ഒരു പ്രൈസിൽ വേണ്ട, 3970 വന്നു കഴിഞ്ഞാൽ മതി. നമ്മൾ ആ 3970 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ബാക്കി ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്തില്ല, മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത്രയും മാത്രം ചെയ്താൽ മതി. റെഗുലർ ഒരു ക്വാണ്ടിറ്റി 3970 ഇൻട്രാഡേ ഇത്രയും സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഉദ്ദേശം എന്താണ്, 3970 വന്നു കഴിഞ്ഞാൽ എനിക്കിത് മതി. അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്ക് പോകും എന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന മാർജിൻ എത്രയാണ്, 394 രൂപ മതി. നമുക്ക് 3970 ഒന്നും വേണ്ട ഇത് വാങ്ങാൻ. കാരണം ഇൻട്രാഡേ ആയതുകൊണ്ടാണ്. ബ്രോക്കർ കുറച്ച് പൈസ നമുക്ക് തരുന്നുണ്ട്, ലിവറേജ് തരുന്നുണ്ട്, നമുക്ക് കൂടുതൽ ബൈയിങ് പവർ തരുന്നുണ്ട്. 3000-4000 രൂപയ്ക്ക് നമുക്ക് 3-4 ക്വാണ്ടിറ്റി വാങ്ങാനുള്ള ഓപ്ഷൻ ഇവർ തരുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കി എടുക്കുക. അത് ചെറുതായിട്ടൊരു ആശയമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ ഇത് സ്വൈപ്പ് ടു ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു ഓർഡർ പ്ലേസ് ആയി. ഇനി ആ ഒരു ഓർഡർ പ്ലേസ് ആയി നമ്മുടെ പോർട്ട്ഫോളിയോയിലെ പൊസിഷനിലേക്ക് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ടോ, ഇല്ല. എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് വരേണ്ടത്. ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞ ഓർഡർ ഈ ഒരു പൊസിഷനിലേക്ക് വരേണ്ടതായിരുന്നു. അപ്പോൾ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അത് മറിച്ച് എവിടെയാണ് കിടക്കുന്നത്, അത് ഓർഡേഴ്സിലാണ് കിടക്കുന്നത്. ഓർഡേഴ്സിൽ എവിടെയാണ് കിടക്കുന്നത്, നമ്മൾ ആഡ് ചെയ്ത ഓർഡർ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് എക്സിക്യൂട്ട് ആയില്ല. കാരണം എന്താണ്, 3970 അത് പ്രൈസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആവുള്ളൂ. മനസ്സിലാക്കി വെക്കുക. നമ്മൾ ടൈറ്റാൻ എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റിയാണ് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. MIS ഇൻട്രാഡേ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിമിറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 3970 വന്നു കഴിഞ്ഞാലാണ് എനിക്ക് ബൈ ചെയ്യേണ്ടത്. അപ്പോൾ 3970 വന്നിട്ടുണ്ടോ, ഇല്ല. 3970 വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. വന്നു കഴിഞ്ഞാലാണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇൻ കേസ് അത് ഇന്നേ ദിവസം 3:30 3970 വന്നില്ലെങ്കിൽ ഈ ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. നാളെ പുതിയ ഓർഡർ ഇടേണ്ട വരും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ഇവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാം.
ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാം. ആ ഒരു ഓർഡർ എനിക്ക് വേണ്ട, അത് ഞാൻ ക്യാൻസൽ ചെയ്തു, കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇട്ടത്, ക്യാൻസൽ ചെയ്തിടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഓർഡറാണ്, നമുക്ക് ആ ഒരു സ്റ്റോക്ക് തന്നെ, ടൈറ്റാൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് തന്നെ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഓർഡർ ഏതാണ്? നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻട്രാഡേയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ആശയം ഇങ്ങനെയാണ്, നമുക്ക് 3986 വേണ്ട, നമുക്ക് 4000 മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി. അതായത് 4000 ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈ ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോകും എന്നാണ് എക്സ്പെക്റ്റേഷൻ എങ്കിൽ, സെയിം ആയിട്ട് ഇൻട്രാഡേയിൽ റെഗുലർ എടുത്തു, ഒരു ക്വാണ്ടിറ്റി എടുത്തു. ഇവിടെ നമ്മൾ മറിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടേണ്ടത് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് ഓണാക്കി കൊടുക്കണം. അത് ഓണാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ്, ഇവിടെയാണ് ആ പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ 4000 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു, ഇവിടെ നമ്മൾ 4000 എന്ന പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പം രണ്ടിടത്തും ഒരേ പ്രൈസ് തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ട്രിഗർ പ്രൈസ് ചെറുതും 4000, ലിമിറ്റ് പ്രൈസ് വേണമെങ്കിൽ 4001 വെക്കാം, അതും ഓക്കെയാണ്. പക്ഷേ ലിമിറ്റ് പ്രൈസ് ഒരിക്കലും ട്രിഗർ പ്രൈസിനേക്കാളും താഴെ വെക്കാൻ പറ്റില്ല സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറിൽ. ഞാനിവിടെ 3999 ഇട്ട് കാണിച്ചു തരാം. അത് ഓർഡർ ചെയ്ത് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ആവുമോ? ഇല്ല. ഇതുണ്ടോ, ഇവിടെ നമുക്കൊരു എറർ മെസ്സേജ് വന്നു. മറിച്ച് നമുക്ക് 4000 വെച്ച് കഴിഞ്ഞാലും ഓക്കെയാണ്, 4001 വെച്ചാലും കുഴപ്പമില്ല. ഞാൻ 4000 വെക്കുവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, 4000 എന്ന പ്രൈസിലേക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേനും ഈ ഒരു ഓർഡർ ട്രിഗർ ആകും, അത് അങ്ങോട്ട് പ്ലേസ് ആകും. അതിനുശേഷം 4000 എന്ന പ്രൈസിൽ ഇത് എക്സിക്യൂട്ട് ആകും. കണ്ടോ, ഇവിടെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ ലിമിറ്റ് 4000 വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അത് പ്ലേസ് ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഓർഡർ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, പൊസിഷനിൽ അത് എക്സിക്യൂട്ട് ആയില്ല. കാരണം എന്താണ്, ആ ഒരു പ്രൈസ് ഇതുവരെ ആ ഒരു പ്രൈസിലേക്ക് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇട്ട ഓർഡർ ഇതാണ്, ഇത് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ബൈ ഓർഡർ ടൈറ്റാൻ ഒരു ക്വാണ്ടിറ്റി തന്നെ. മറിച്ച് ഇവിടെ എത്രയാണ്, 4000 എന്ന മുകളിലത്തെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ ഓർഡർ പ്ലേസ് ആവുള്ളൂ. ഇപ്പോഴും 15 രൂപ താഴെ തന്നെയാണ് നിൽക്കുന്നത്. ആ 15 രൂപ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകും, അത് പൊസിഷനിലേക്ക് വരും. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 തരം ഓർഡറായി. അതായത് താഴെ എങ്ങനെ വാങ്ങാം, ഇൻട്രാഡേയിൽ മുകളിൽ എങ്ങനെ വാങ്ങാം എന്നുള്ളത് രണ്ടുമായി. ഇനി ഇപ്പോഴത്തെ പ്രൈസിൽ എങ്ങനെ വാങ്ങാം എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ടൈറ്റാൻ എന്ന് പറഞ്ഞ കമ്പനി തന്നെ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ വാങ്ങണം നമുക്ക്. ഇൻട്രാഡേയിൽ 3986 ആണെങ്കിലും കുഴപ്പമില്ല, 85 ആണെങ്കിലും കുഴപ്പമില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഈ ലിമിറ്റ് എന്നുള്ളത് മാറി മാർക്കറ്റ് എന്നുള്ളത് ഇടാൻ പോവുകയാണ്. ഞാൻ റെഗുലർ തന്നെ സെലക്ട് ചെയ്തു. 3987 ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ മാർക്കറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു, ഇൻട്രാഡേ ആണ് സെലക്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ബൈ ആവും. ടോട്ടലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇൻട്രാഡേയിൽ എത്രയാണ് മാർജിൻ വേണ്ടത്? 797 രൂപയാണ് വേണ്ടത്. അപ്പം നോക്കുക, 3986.2 എന്ന് കിടക്കുന്ന സമയത്ത് ഞാനത് പ്രൊസീഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി, ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ആയി, ആ ഒരു ക്വാണ്ടിറ്റി ബൈ ആയിട്ടുണ്ട്. നമുക്കിനി പോയി നോക്കാം. ഇതുണ്ട്, പോർട്ട്ഫോളിയോയിൽ പൊസിഷനിൽ 3986.70 അത് ബൈ ആയത്. അതായത് ചെറിയൊരു 3986.2 നിൽക്കുമ്പോൾ 3986.7 അത് എക്സിക്യൂട്ട് ആയത്. മാർക്കറ്റ് പ്രൈസിൽ തന്നെ ആ ഒരു ക്വാണ്ടിറ്റി ബൈ ആയി. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഏതായാലും ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രാഡേയിൽ ബൈ ചെയ്തു. ഇത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമുക്ക് വിറ്റേ പറ്റുള്ളൂ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ. ഓക്കെ, ക്ലിയർ ആയി, അല്ലെങ്കിൽ അവർ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് 2 രീതിയിൽ ഇതിനെ ചെയ്യാം. ഒന്നുകിൽ പ്രോഫിറ്റ് ആകുന്നതിന് വേണ്ടി ഓർഡർ പ്രോഫിറ്റ് ആയി കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇതേൽ ക്ലിക്ക് ചെയ്തു, ഞാൻ എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു. ഒന്നുകിൽ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസിൽ തന്നെ എക്സിറ്റ് ആയി പോകാം. അതിനുവേണ്ടി എന്താണ്, നമുക്ക് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇനി ജസ്റ്റ് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ തന്നെ ഇതിനെ കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് സ്വൈപ്പ് ടു സെൽ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കട്ടായി പോകും. ഒരു ഓപ്ഷൻ, അതായത് കറൻറ്റ് ടൈമിൽ തന്നെ കട്ടായി കളയണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഒരു ക്വാണ്ടിറ്റിയാണ് കട്ടാക്കേണ്ടത്, മാർക്കറ്റ് ഓർഡറാണ്, ഇൻട്രാഡേ ആണ്. നമ്മൾ സ്വൈപ്പ് ടു സെൽ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അപ്പോൾ തന്നെ കട്ടായി പോകും. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ്, ഇതിലും കുറച്ചും കൂടെ പ്രോഫിറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഉദ്ദേശം എനിക്ക് 4020 വരെ ഇത് വരും എന്നാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ 4020 എന്നുള്ളത് ലിമിറ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, റെഗുലറാണ്, ഒരു ക്വാണ്ടിറ്റിയാണ്, 4020 ഈ ഒരു ക്വാണ്ടിറ്റി എത്തും. 3986 മേടിച്ചത് 4020 എത്തും ഇൻട്രാഡേയിൽ എന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. ഞാൻ ഇത് സ്വൈപ്പ് ടു സെൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് ഓർഡർ കംപ്ലീറ്റ് ആയോ? ഇല്ല, മറിച്ച് എന്താണ്, അത് ഓർഡേഴ്സിൽ പോയി കിടക്കും. അതായത് 4020 എത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. 4020 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ്, 20ഉം 15ഉം ഏകദേശം 34 രൂപ 35 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആകും, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആകത്തില്ല. അപ്പോൾ ഞാനിത് വീണ്ടും ഈ ഒരു ഓർഡറും ക്യാൻസൽ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് അവിടം വരെ അത് ഞാനൊന്ന് കാണിച്ചു തന്നതാണ് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട്. ഇനി നമ്മുടെ അടുത്തൊരു ഓപ്ഷനാണ്
നമുക്കിനി താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതായത് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിനി നോക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പെട്ടെന്ന് വല്ലതും താഴോട്ട് പോയി കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ള അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ഇടേണ്ടത്. ആ ഒരു സമയത്ത് നമ്മൾ ക്വാണ്ടിറ്റി ഒന്ന് തന്നെയാണ്. ഇവിടെ ട്രിഗർ പ്രൈസ് എത്രയാണ് ഇടേണ്ടത്? നമ്മൾ 3986 വാങ്ങിച്ചത്. നമ്മൾ 3975 വരെ നഷ്ടം വന്നു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ 3975 എന്ന് തന്നെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ 3000 ഈ കഥ മാറിയത് എങ്ങനെയാണ്? ഈ ഒരു ഓർഡറിൽ ഒരു ക്വാണ്ടിറ്റി 3975 അതായത് 3975 വന്നു കഴിഞ്ഞാൽ എനിക്ക് വിറ്റ് കളയാൻ താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് സ്വൈപ്പ് ടു സെൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എന്താണ്? ഒരു പ്രൊട്ടക്ഷൻ വന്നു. ഇത് വിറ്റ് പോയിട്ടില്ല. ഇതെപ്പോഴാണ് വിറ്റ് പോകുന്നത്? അബദ്ധവശാലെങ്ങാനും ഇനി താഴോട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും എഗനിസ്റ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു സമയത്ത് 3975 താഴെ പോയി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കട്ട് ചെയ്തോളൂ. അപ്പോൾ ടോട്ടലായിട്ട് 11 രൂപയുടെ നഷ്ടം വരും. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. അതായത് ഒരു സാധനം ബൈ ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇടുന്നത് ഇങ്ങനെയാണ് ഇൻട്രാഡേയിൽ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. 3975 താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവും. ആ ഒരു പൊസിഷൻ കട്ടായി പോകും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു പൊസിഷനെ ഇപ്പം തന്നെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഞാനൊന്ന് ആദ്യമേ പറഞ്ഞു മാർക്കറ്റ് ഓർഡറിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നില്ല. അപ്പം ആ ഓർഡേഴ്സ് ഒന്നും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആ ഒരു ഓർഡറും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഓപ്പൺ ഓർഡറിൽ എക്സിക്യൂട്ട് ആകാത്ത ഓർഡേഴ്സാണ് കിടക്കുന്നത്. എക്സിക്യൂട്ട് ആയത് ക്യാൻസൽഡ് ഓർഡേഴ്സ് ആണെങ്കിലും ഡിലീറ്റ് ചെയ്ത ഓർഡേഴ്സ് എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ കട്ട് ചെയ്യുവാണ്. എനിക്കിപ്പം പ്രോഫിറ്റ് ആയോ ലോസ് ആയോ ഒന്നും നോക്കുന്നില്ല. ഞാൻ എക്സാമ്പിളായിട്ട് മാത്രമാണ് കാണിച്ചു തന്നത്. അപ്പം ഇതിന് മുമ്പ് ഒരു ഓപ്ഷൻ കൂടെ കാണിച്ചു തരാം. ഇത് ഇൻട്രാഡേയിലല്ല എൻട്രി എടുത്തത്. ഇതിനെ നമുക്ക് കൺവേർട്ട് പൊസിഷൻ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും അടുത്ത ദിവസത്തേക്കും കൂടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ കൺവേർട്ട് പൊസിഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് MIS-ൽ നിന്ന് CNC-ലേക്ക് ഹോൾഡിങ്ങിലേക്ക് മാറ്റാം. അതായത് നമുക്ക് ഡെലിവറി ആയിട്ട് ലോസിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും നമുക്ക് ഒരു ദിവസം കൂടെ അല്ലെങ്കിൽ കുറച്ച് നാളും കൂടെ ഇത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ MIS ടു കൺവേർട്ട് ചെയ്യാം. ഒരു ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പൈസ ഉണ്ടായിരിക്കണം. 3986 രൂപയാണെങ്കിൽ 3986 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ ആ പൈസ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൺവേർട്ട് ആകത്തില്ല. ജസ്റ്റ് ഓർത്തിരിക്കാം. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇപ്പം തന്നെ അത് എക്സിറ്റ് ആകണം. ഞാൻ ഒരു ക്വാണ്ടിറ്റിയാണ്, ഞാൻ മാർക്കറ്റ് പ്രൈസിൽ തന്നെ എക്സിറ്റ് ആവുകയാണ്. അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് എൻട്രി എടുത്തു, ഇൻട്രാഡേ എടുത്തു. ഞാൻ ഇവിടെ സെൽ എന്ന് കൊടുത്തു, കംപ്ലീറ്റ് ആയി. അപ്പം തന്നെ അത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇങ്ങനെ മങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് പണിയേണ്ട കാര്യമില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയ കാര്യമാണ്. അത് തീർന്നു പോയി. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. അത് കംപ്ലീറ്റ് ആയിട്ട് കട്ടായിപ്പോയി. നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണ്? 0 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇൻട്രാഡേയിൽ എങ്ങനെ ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ എൻട്രി എടുക്കാം, എങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് മുകളിലത്തെ ഒരു പ്രൈസിൽ എങ്ങനെ എൻട്രി എടുക്കാം, ഇൻട്രാഡേയിൽ എങ്ങനെ താഴത്തെ പ്രൈസിൽ എൻട്രി എടുക്കാം എന്നുള്ള 3 ഓർഡേഴ്സും ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ആ എടുത്ത പൊസിഷനിൽ എങ്ങനെ കറൻറ്റ് മുകളിലേക്ക് ഒരു ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തന്നു. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രൊട്ടക്ഷൻ ഓർഡർ ഇടാം എന്ന് കാണിച്ചു തന്നു. അതുപോലെ തന്നെ എങ്ങനെ ആ ഒരു പ്രൈസിൽ തന്നെ കട്ട് ചെയ്ത് കളയാം എന്ന് ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻട്രാഡേ ബേസ്ഡ് ട്യൂട്ടോറിയലാണ്. ഞാനിപ്പോൾ ബൈയിങ് സൈഡ് ട്യൂട്ടോറിയലാണ് കാണിച്ചു തന്നത്. ഇനി ചിലവർക്ക് തോന്നും ഇൻട്രാഡേയിൽ നമുക്ക് ഷോർട്ട് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് പോരും എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രാഡേയിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഇതിനെ ഷോർട്ട് സെല് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തൊട്ട് ഇതുവരെ നമ്മൾ ബൈയിങ് സൈഡാണ് പറഞ്ഞത്. നമുക്ക് ഇൻട്രാഡേയിൽ താഴോട്ട് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ സെല്ല് ചെയ്യാം. അതിനുശേഷം വൈകുന്നേരത്തിനുള്ളിൽ ബൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വലിയ പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു, ചെറിയ പ്രൈസിൽ നമ്മൾ ബൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ് ആ ഉണ്ടാകുന്ന ഡിഫറൻസ് നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇൻട്രാഡേയിൽ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ സെല്ലാണ് ചെയ്യേണ്ടത്. സെല്ല് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? സെല്ലിങ്ങിലും ഇതേപോലെ തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടെ മുകളിലത്തെ പ്രൈസിലിട്ട് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ താഴത്തെ പ്രൈസിൽ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസിൽ സെല്ല് ചെയ്യാം. അപ്പോൾ ഞാൻ മുകളിലത്തെ പ്രൈസിൽ സെല്ല് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ഓർഡറാണ് സെലക്ട് ചെയ്യുന്നത്? ഇവിടെ സെയിം ആയിട്ട് ഇൻട്രാഡേ തന്നെ സെലക്ട് ചെയ്യുന്നു, ഒരു ക്വാണ്ടിറ്റി തന്നെ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ മുകളിലത്തെ പ്രൈസിൽ സെല്ല് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ലിമിറ്റ് പ്രൈസ് മാറ്റി 3900, അതായത് 4000 എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് 3985 നിന്ന് 4000 ചെല്ലും, 4000 ആ ഓർഡർ എക്സിക്യൂട്ട് ആകും. ഞാൻ അവിടെ നിന്ന് സെല്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 4000 നിന്ന് താഴോട്ട് പോരും എന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. എങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ലിമിറ്റ് ഓർഡർ ഇട്ടു, താഴെ ഒന്നും ചെയ്തിട്ടില്ല, സ്വൈപ്പ് ടു സെൽ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ പ്ലേസ് ആയോ? ഓർഡർ പ്ലേസ് ആയി.
ആ പറഞ്ഞ കഥ ഇതുവരെ നടന്നോ? ഇല്ല. അതായത് 3986 നിന്ന് 4000 ചെന്ന് കഴിയുമ്പോഴാണ് ഇത് സെല്ലാവുള്ളൂ. സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് താഴോട്ട് പോരും. അത് താഴോട്ട് പോന്നു കഴിഞ്ഞാലാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 4000 എത്തിയില്ലെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആകത്തില്ല. ഇതൊരു തരം ഓർഡർ. ഇത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാം. ആ ഒരു ഓർഡർ കിടക്കുന്ന സമയത്ത് വീണ്ടും മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ഇടാം. ഞാൻ ജസ്റ്റ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഇടുന്ന ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്ത് കളയുന്നത്. നമുക്ക് വീണ്ടും ടൈറ്റാൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് തന്നെ എടുക്കാം. അതിനെ സെല്ല് ചെയ്യാനാണ് പോകുന്നത്. ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്താണ്? കുറച്ചും കൂടെ താഴത്തെ പ്രൈസിലിട്ട് സെല്ല് ചെയ്യുക. അതായത് കുറച്ചും കൂടെ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോകുന്ന അയാളുടെ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ അയാൾ ഏത് ഓർഡറാണ് ഇടേണ്ടത്? അയാൾ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ഇടേണ്ടത്. അത് എത്രയാണ്? എനിക്ക് തോന്നുകയാണ് 3970 താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3970 താഴെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോകുന്നത് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ഇടേണ്ടത്. സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ. ഇപ്പോൾ നമ്മൾ റെഗുലർ 1 ക്വാണ്ടിറ്റി ഇൻട്രാഡേ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡറാണ് ഇടുന്നത്. സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ. അപ്പോൾ അവിടെ എത്രയാണ്? 3970. അതിന് താഴോട്ട് പോവുകയാണെങ്കിലാണ് എനിക്ക് വേണ്ടത്. 2 ഇട്ടു. അതിനുശേഷം സ്വൈപ്പ് ടു സെൽ. അപ്പോൾ എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആകത്തില്ല, ഓർഡർ അവിടെ കിടക്കും. കാരണം എന്താണ്? ഇപ്പോഴും അതിൻ്റെ പ്രൈസ് എത്രയാണ്? 3970 വന്നിട്ടുണ്ടോ? ഇല്ല, 3986 3970 വരുമ്പോഴത്തേന് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും, ഒരു ക്വാണ്ടിറ്റി സെല്ലാകും. അപ്പം ഇവിടെ 3970 വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആകും. അപ്പോൾ ഞാൻ ഇത് ക്യാൻസൽ ചെയ്ത് കളയുവാണ്. അതും കാണിച്ചു തന്നു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് എന്താണ്? നമ്മൾ ഇപ്പോഴത്തെ പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ പ്രൈസിൽ സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്തു, ഒരു ക്വാണ്ടിറ്റി 3900 സ്റ്റോപ്പ് ലോസ് ഇടണ്ട, നമുക്കതിനെ കട്ട് ചെയ്ത് കളയാം. സ്റ്റോപ്പ് ലോസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മൾ മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. ഒരു ക്വാണ്ടിറ്റി മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യണം, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. 3986.60 സെല്ല് ചെയ്യുന്നത്. ഞാൻ സ്വൈപ്പ് ടു സെല്ല് എന്ന് കൊടുത്തു. കംപ്ലീറ്റ് ആയി. കണ്ടോ? കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പൊസിഷനിൽ ചെല്ലുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് പൊസിഷനിൽ നമുക്ക് -1 ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അതായത് നമ്മൾ -1 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സെല്ല് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് ഇനി ബൈ ചെയ്യണം വൈകുന്നേരത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇനി പ്രോഫിറ്റ് കിട്ടുന്നത്? 3985.10 ഇപ്പം സെല്ലായിരിക്കുന്നത്. 3985.10 നിന്ന് അത് താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂടി വരും. അതല്ല, ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലോസ് കൂടി വരും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ താഴോട്ട് വരുന്നതനുസരിച്ച് നോക്കുക. ഇതുകൊണ്ടോണേ 3985 നിന്ന് 3986 പോയി കഴിഞ്ഞപ്പോൾ കണ്ടോ ലോസ് കൂടി പോകുന്നത്. അത് താഴോട്ടാണ് വരുന്നതെങ്കിൽ പ്രോഫിറ്റ് കൂടി വരും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനെയും നമുക്ക് എക്സിറ്റ് ആകും. ഒന്നുകിൽ ഈ ഒരു പ്രൈസിൽ തന്നെ ഇപ്പം തന്നെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ ഡയറക്ഷനിൽ തന്നെയാണ്. ഇത് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റബിൾ ആകും. അങ്ങനെ വരുമ്പോഴത്തേനും എൻ്റെ 3960 വരെ എത്തും എന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. എങ്കിൽ ഞാൻ 3960 എത്തുമ്പോഴാണ് ഞാൻ ഇതിനെ തിരിച്ച് ബൈ ചെയ്യുന്നത്. അതിനുവേണ്ടി ഏത് ഓർഡർ ഇടും? ഞാൻ ബൈ ഓർഡർ ഇടും. 1 ക്വാണ്ടിറ്റി ബൈ ഓർഡർ, സാധാ ബൈ ഓർഡർ ഇടും. 3960 എന്നുള്ള ലിമിറ്റിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ ഇത് ബൈ ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. 3960 എത്തിക്കഴിയുമ്പോഴത്തേനും ഞാനിത് ബൈ ചെയ്യും. അപ്പോൾ എനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കും. ആ ഒരു ഓർഡർ ഇത്. അതായത് നമ്മുടെ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ ഓർഡറാണ് ഇടുന്നത്. ലിമിറ്റ് ഓർഡർ 3960 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റബിൾ ആകും, ഞാനത് ബൈ ചെയ്യും, ഞാൻ പ്രോഫിറ്റ് എടുക്കും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഓർഡർ ഞാനൊന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. രണ്ടാമത്തെ ഓർഡർ ഏതാണ്? രണ്ടാമത്തെ ഓർഡർ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ 3900 എനിക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. 3985 റേഞ്ചിലാണ് നമ്മൾ ബൈ ചെയ്തത്. ഇനി മുകളിലേക്ക് ഒത്തിരി പോയി കഴിഞ്ഞാൽ എനിക്ക് ലോസ് വരും. അപ്പം ഞാൻ 4000 മുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്താണ്? സ്റ്റോപ്പ് ലോസ് ആണ് ഇടുന്നത്. അതായത് മുകളിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് ഇടും. അവിടെ അപ്പോൾ ഞാൻ 4000 എന്നുള്ള പ്രൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4000 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ 4000 എന്നുള്ള പ്രൈസ് തന്നെ ഞാൻ ലിമിറ്റായിട്ടും ഇട്ട് കൊടുക്കും. ഇത്രയും ചെയ്തു. അതായത് പറയുന്നത് എന്താണ്? ഒരു ക്വാണ്ടിറ്റി 4000 എന്ന പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനിത് സ്വൈപ്പ് ടു സെൽ അല്ല, സ്വൈപ്പ് ടു ബൈ ആണ് വരുന്നത്. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് എടുക്കേണ്ടത്. നമ്മൾ ചാർട്ടിൽ പോയി സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ല എടുക്കേണ്ടത്. നമ്മൾ പൊസിഷനിൽ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ഇടാൻ പോവുകയാണ്. 4000 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. നമ്മളിവിടെ 4000 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോവുകയാണ്. 4000 പോയി കഴിഞ്ഞാൽ ഞാൻ ചെറിയ ലോസ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ എക്സിറ്റ് ആകാൻ റെഡിയാണ്. സ്വൈപ്പ് ടു ബൈ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ പ്ലേസ് ആവും ഇത്? ഇല്ല, കാരണം 3985 ഇപ്പോൾ നിൽക്കുന്നത്. പ്രൈസ് 3985 നിൽക്കുന്നത്. ഇത് 4000 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ 4000 പോയി കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആവും. ചെറിയൊരു ലോസ് സംഭവിക്കും, 10-15 രൂപയുടെ ലോസ് സംഭവിക്കും, അത് എക്സിക്യൂട്ട് ആവും. പക്ഷേ നമ്മൾ സേഫാണ്. ഇതെന്താണ് ഈ ഇട്ടായിരിക്കുന്നത്? 3960 വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടും.
അത് താഴോട്ടുള്ള ഓർഡറാണ് ഇട്ടേക്കുന്നത്. അത് നമ്മുടെ ഡയറക്ഷനിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ ഓർഡറാണ് ഇത് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ 2 ഓർഡേഴ്സ് സെയിം ടൈമിൽ ഇട്ട് വെക്കാം, അതായത് മുകളിലും താഴെയും സെറ്റ് ചെയ്ത് വെക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളയാം. ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, അതും ക്യാൻസൽ ചെയ്തു. നമ്മൾ ഈ ഒരു പ്രൈസിൽ തന്നെ നമ്മളിതിനെ അങ്ങ് ബൈ ചെയ്ത് കളയുവാണ്. എനിക്കിതിൻ്റെ അകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ അതിനെ ക്ലിക്ക് ചെയ്തു, ഞാൻ എക്സിറ്റ് ആകാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ബൈ ചെയ്ത് കളയുവാണ്. അതിനുവേണ്ടി എന്താണ്, ഒരു ക്വാണ്ടിറ്റി മാർക്കറ്റ് പ്രൈസിൽ ഞാൻ അതിനെ ബൈ ചെയ്യാൻ പോവുകയാണ്. ബാക്കി സ്റ്റോപ്പ് ലോസും ബാക്കിയുള്ള ഒന്നും ചെയ്യേണ്ട, താഴോട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഞാൻ സ്വൈപ്പ് ടു ബൈ, കംപ്ലീറ്റ് ആയി. അതായത് ഞാൻ ഇത് മൂവ്മെൻറ്റ് തന്നു കഴിഞ്ഞാലാണ് ആ ഒരു ഓർഡേഴ്സൊക്കെ പ്ലേസ് ആവുള്ളൂ. അത് മുകളിലേക്ക് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്ത് തന്നെ കട്ട് ചെയ്തു. ഇത് മങ്ങിപ്പോയി, 0 ആണ്. നമുക്ക് ആവറേജ് ഒന്നുമില്ല, തീർന്നു. ഇതിപ്പോൾ നമ്മുടെ പൊസിഷൻസ് ഒന്നും റൺ ആകുന്നില്ല. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഓർഡേഴ്സാണ് നമുക്ക് ഇൻട്രാഡേയിൽ ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇൻട്രാഡേയിൽ ഒരു പൊസിഷൻ എങ്ങനെ ബൈ ചെയ്തിട്ട് സെല് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഒരു പൊസിഷൻ എങ്ങനെ ഇൻട്രാഡേയിൽ സെല് ചെയ്തിട്ട് ബൈ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്നതാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, അതുപോലെ തന്നെ ഡെലിവറിയിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനെ കുറിച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ ചെയിൻ കിട്ടും. ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബജാജ് ഓട്ടോ, ഇപ്പോൾ ഞാൻ വേറൊരു കമ്പനിയാണ് എടുത്തേക്കുന്നത്, ബജാജ് ഓട്ടോ എന്ന് പറഞ്ഞ കമ്പനി മുകളിലേക്ക് പോകും. ഓപ്ഷൻ ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. മുകളിലേക്ക് പോകുന്നു തോന്നുവാണെങ്കിൽ നമുക്കിവിടെ ഗോൾഡ് ബൈ ചെയ്യാം. നമുക്ക് താഴോട്ട് പോരുമെന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് ബൈ ചെയ്യാം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ പേഴ്സണലി ഞാൻ ഓപ്ഷൻ ബൈയും കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഇത്രയും മനസ്സിലാക്കുക, ഇവിടെ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബൈയും സെല്ലും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഡെലിവറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കമ്പനി മാറി ഞാനൊരു വേറൊരു കമ്പനി, ഞാൻ മാരുതി എന്ന് പറഞ്ഞ കമ്പനി, മാരുതി വേണ്ട, നമ്മൾ SBI എന്ന് പറഞ്ഞ കമ്പനി എടുക്കുകയാണ്. ഈ ഒരു കമ്പനി ഞാൻ ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യമേ പഠിച്ചെന്താണ്, അത് ടെക്നിക്കൽ അനാലിസിസ് നോക്കി ആ ഒരു കമ്പനി മുകളിലേക്ക് അല്ലെങ്കിൽ താഴോട്ട് പോകുമെന്ന് ഡയറക്ഷൻ കണ്ടുപിടിച്ചാണ് നമ്മൾ അതിൻ്റെ അകത്ത് എൻട്രി എടുത്തത് ഒരു ഷോർട്ട് പീരീഡിലേക്ക്. പക്ഷേ ഈ ഒരു SBI എന്ന് പറഞ്ഞ കമ്പനി ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമേ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തേണ്ടി വരും. കമ്പനിയുടെ A to Z കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി കമ്പനിയാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഇന്ന് തന്നെ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. അതല്ല കുറച്ച് നാൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്, അത് വിലക്കുറവിലേക്ക് വരുമ്പോഴാണ് ബൈ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ക്രിയേറ്റ് GTT എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ 970 നിൽക്കുന്ന കമ്പനി അടിപൊളിയാണെന്ന് മനസ്സിലാക്കി ഇപ്പോഴത്തെ പ്രൈസിൽ തന്നെ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് ബൈ ഓർഡർ സെലക്ട് ചെയ്യാം. അതല്ല നമുക്ക് കമ്പനി അടിപൊളിയാണ്, പക്ഷേ 970 എനിക്ക് വേണ്ട, എനിക്ക് 900 മതി എന്നാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് GTT ഉപയോഗിച്ച് 900 എന്ന പ്രൈസ് ഇടാം. അപ്പോൾ അതെന്താണ്, 900ലേക്ക് വരാൻ വേണ്ടി ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ 1 മാസം എടുക്കാം, 2 മാസം എടുക്കാം. അപ്പം ഈ GTT ഓർഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാകും. എപ്പോഴെങ്കിലും 1 വർഷത്തിനുള്ളിൽ 900ലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകുന്നതായിരിക്കും, ബൈ ആകുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഓർഡറിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു ഓർഡർ ഇപ്പോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രമാണ് അത് എക്സിക്യൂട്ട് ആവുള്ളൂ, ഇന്നേ ഒരു ദിവസം. നമുക്കിത് നോക്കാം. നമ്മൾ ബൈ ചെയ്യുന്നു. യുടെ പ്രൈസ് എത്രയാണ്, 3970 നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻട്രാഡേ എന്നുള്ളത് മാറ്റി നമ്മൾ ലോങ് ടൈമിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രാഡേയിൽ എത്രയാണ് മാർജിൻ പറഞ്ഞാൽ 194 മതി 970 വാങ്ങാൻ. പക്ഷേ ലോങ് ടൈമിലേക്ക് ഇടുമ്പോൾ കണ്ടോ എത്രയാണോ അതിൻ്റെ പ്രൈസ് അത്രയും തന്നെ ഇവിടെ വരും. 970 രൂപ തന്നെ നമ്മൾ വേണം ഇത് ബൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അക്കൗണ്ടിൽ. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നയാളാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ തന്നെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അതല്ല നമുക്ക് 3970 വേണ്ട, നമുക്ക് 3965 മതിയെങ്കിൽ 3965 ഒരു ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത, റെഗുലർ തന്നെ ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടത്, 965 മതി. ഒരു 5 രൂപ കൂടെ താഴെ ഇന്ന് വരുമെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ ഇത്രയും ചെയ്താൽ മതി, നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. 3965ലേക്ക് ഇന്നേ ദിവസം SBI വന്നിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. അത് ലോങ് ടൈമിൽ ഹോൾഡ് ആവും, 3.5 കട്ടായി പോകത്തില്ല. CNC ആണ് ഇവിടെ കിടക്കുന്നത്, 3.5 കട്ടായി പോകത്തില്ല. ഫുൾ പൈസ അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മേടിച്ചിട്ടുണ്ട്. 965ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ബൈ ആവും. മറിച്ച് ഇത് വന്നില്ലെങ്കിലോ എക്സിക്യൂട്ട് ആകത്തില്ല. അപ്പം നമുക്ക് ഇത് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇത് മോഡിഫൈ ചെയ്ത് നമുക്ക് മോഡിഫൈ അല്ല, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്ക് മറിച്ച് എന്താണ്, നമുക്ക് ഈ ഒരു പ്രൈസിൽ തന്നെ നമ്മൾ ബൈ ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് റെഗുലർ 970 എന്നുള്ള പ്രൈസിന് മറിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമ്മൾ ബൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഇത് വേണം, ഇന്ന് തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഒരു ക്വാണ്ടിറ്റി മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് സ്വൈപ്പ് ടു ബൈ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പൊസിഷനിൽ ഇത് കണ്ടോ, ഒരു ക്വാണ്ടിറ്റി SBI വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്കാണ്, നമുക്ക് 1, 2 വർഷം, 5, 6 വർഷം, 10, 15 വർഷത്തിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത്. ഇനി ഇത് ഇന്ന് പൊസിഷനിലായിരിക്കും ഇത് വന്നിരിക്കുന്നത്.
ഇത് നാളെ ആകുമ്പോഴത്തേനും ഇത് ഹോൾഡിങ്സിലേക്ക് വരും. കംപ്ലീറ്റ് ആയിട്ട് അത് ഹോൾഡിങ്സിലേക്ക് വരണമെങ്കിൽ നാളെ തന്നെ വരും. നാളെ ആകുമ്പോഴത്തേനും ഹോൾഡിങ്സിൽ കാണിക്കാൻ തുടങ്ങും. നാളെ തന്നെ ആകുമ്പോഴത്തേനുമാണ് ആ SBI എന്ന സ്റ്റോക്ക് ആരാണോ വിറ്റത് അത് നമ്മുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ഒരു ദിവസം കൂടെ എടുക്കും. T+1 days എടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകും. നമുക്കിതിന് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. കാരണം ഇത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓർഡറാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊന്നും ഇടണ്ട. അതല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് എൻട്രി എടുത്തു, ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണമെങ്കിൽ നമ്മൾ ആ ഇൻട്രാഡേയിൽ പറഞ്ഞ ഓർഡേഴ്സ് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഇന്നേ ഒരു ദിവസം തന്നെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ലോങ് ടൈമിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. സെയിം ഇൻട്രാഡേയിൽ പറഞ്ഞ ഓർഡേഴ്സ് ഇന്നേ ദിവസം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ അകത്തിട്ട് പോകണ്ട. സിമ്പിളായിട്ട് ഇതിനെ ബൈ ചെയ്യാനാണെങ്കിൽ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. മാർക്കറ്റ് ഓർഡർ ഇട്ട് ഇപ്പോഴത്തെ പ്രൈസിൽ ബൈ ചെയ്യാം. അതല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസ് ഇട്ട് കുറച്ച് താഴത്തെ പ്രൈസിലാണ് ബൈ ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ ബൈ ചെയ്യാം. അതല്ല നമുക്ക് 970 വേണ്ട, കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് മറിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ലോങ് ടൈമിൽ വാങ്ങേണ്ടതെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് നമുക്ക് 980 വാങ്ങേണ്ടതെങ്കിൽ കുറച്ചും കൂടെ മുകളിലേക്ക് പോയിട്ട് മതിയെങ്കിൽ നമുക്ക് ഇവിടെ 980 ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ബൈ ചെയ്യാം. അപ്പോൾ 980 വന്നു കഴിഞ്ഞാലാണ് ഇന്നിത് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സിമ്പിൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ആ കോമ്പിനേഷൻ ഓഫ് ഓർഡേഴ്സ് ഇൻട്രാഡേയിൽ എങ്ങനെ പറഞ്ഞു അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ ലോങ് ടൈമിലേക്ക് വരുമ്പോൾ ഇത്രയും കൂടുതൽ ഓർഡേഴ്സ് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ 970 ഇത് വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ഒരു 900 അല്ലെങ്കിൽ വിലക്കുറവിനോ അല്ലെങ്കിൽ മുകളിലോ ഒത്തിരി മുകളിലത്തെ പ്രൈസിനോ വാങ്ങണം. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോയാണ് വരുന്നുള്ളൂ. തൊട്ടടുത്തുള്ള പ്രൈസിൻ്റെ അത് നമ്മൾ വാങ്ങുന്നതിൻ്റെ അകത്തും വിൽക്കുന്നതിൻ്റെ അകത്തും ലോങ് ടൈമിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു. അതല്ല നമ്മൾ ബൈ ചെയ്ത സ്റ്റോക്ക് എനിക്കിപ്പോൾ വേണ്ട എന്ന് തോന്നുവാണ്, ഇന്ന് വാങ്ങിച്ചു ഇന്ന് തന്നെ വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് എക്സിറ്റ് ആകാം. അതല്ലെങ്കിൽ ഇവിടെ തന്നെ എക്സിറ്റ് ഇട്ടു നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ ആ ഒരു പ്രൈസിൽ തന്നെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ലോങ് ടൈമിൽ കുറേ നാൾ കഴിഞ്ഞിട്ടല്ല വിൽക്കാൻ പറ്റുന്നത്. ഇന്ന് തന്നെ വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ നാളെ വിൽക്കാം, നാളെ കഴിഞ്ഞ് വിൽക്കാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. ഞാനത് വിറ്റും കളഞ്ഞു. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വാങ്ങണമെങ്കിൽ വാങ്ങാം, വിൽക്കണമെങ്കിൽ വിൽക്കാം, ഒരു പ്രോബ്ലംസും ഇല്ല, ഫ്ലെക്സിബിളാണ്. ലോങ് ടൈമിലേക്ക് സിമ്പിൾ ഓർഡർ ഇട്ട് വാങ്ങാം. ഇനി നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് നമുക്ക് 900 വന്നു കഴിയുമ്പോഴാണ് വാങ്ങേണ്ടതെങ്കിൽ നമ്മൾ GTT ഓർഡർ ഇടേണ്ടി വരും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറാണ്. അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് GTT എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ബൈ സിംഗിൾ ഇവിടെ നമ്മൾ 970 നിൽക്കുന്നത്, ബൈ എടുത്തു, സിംഗിൾ എടുത്തു. നമുക്ക് ട്രിഗർ പ്രൈസ് എത്രയാണ് നമുക്ക് വേണ്ടത്? നമുക്ക് ട്രിഗർ പ്രൈസ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു 900 വരുമ്പോഴത്തേനും മതി എങ്കിൽ അതിപ്പോൾ 1-2 ദിവസം കൊണ്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. 900 വരുമ്പോൾ മതിയെങ്കിൽ ഞാൻ 900 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബൈ സിംഗിൾ 900. അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തില്ല, ക്വാണ്ടിറ്റി ഞാൻ 1 തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഓർഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഓർഡർ എവിടെയാണ് കിട്ടുന്നത്? ഈ ഒരു ഓർഡർ ഈ ഓപ്പൺ ഓർഡറിലും എക്സിക്യൂട്ട് ഓർഡറിലല്ല, ഈ GTT ഓർഡറിലാണ് അത് പ്ലേസ് അയക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു SBI എന്ന് പറഞ്ഞ സ്റ്റോക്ക് 900 എന്ന പ്രൈസിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എക്സിക്യൂട്ട് ആകും. അപ്പോൾ വന്നില്ലെങ്കിലോ എക്സിക്യൂട്ട് ആകത്തില്ല. അതല്ല ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിലോ ആ ഒരു സമയത്ത് എക്സിക്യൂട്ട് ആവില്ല. ഒരു വർഷം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഓർഡർ ക്യാൻസൽ ആയിപ്പോൾ. ഇത് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഇട്ട് 900 എന്നുള്ള പ്രൈസ് മാറ്റി നമുക്ക് 930 എന്നാക്കാം. പിന്നീടാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും 930 എന്നുള്ളതിലേക്ക് ആക്കാം. ഓക്കെ, 930 എന്ന് പറഞ്ഞുള്ളതിലേക്ക് ആക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയും ഇതുപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് വിടാം. കാണിച്ചു തരാം. ക്രിയേറ്റ് GTT സെൽ സിംഗിൾ. അതായത് നമുക്ക് വേണമെങ്കിൽ OCO എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ഫ്യൂച്ചറാണ്. നമ്മളൊരു ലോങ് ടൈമിലേക്കൊരു സ്റ്റോക്ക് വാങ്ങി, അത് ഞാനിപ്പോൾ വാങ്ങി 970 എന്ന് പറഞ്ഞ പ്രൈസിൽ തന്നെ വാങ്ങി. അപ്പം തന്നെ വേണമെങ്കിൽ എനിക്ക് സിംഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെല്ല് സിംഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു സ്റ്റോക്ക് ഒരു 1200 ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വിൽക്കാനുള്ള ടാർഗറ്റ് ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, പതുക്കെയാണ് സംഭവിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാങ്ങിയ ആ ഒരു സ്റ്റോക്ക് 1200 ചെന്ന് കഴിഞ്ഞാൽ, അതായത് 130 രൂപ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് വിറ്റോളും. അതിനുവേണ്ടി നമുക്ക് ആകെപ്പാടെ ടാർഗറ്റ് മാത്രം സെറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി നമുക്ക് സെല്ല് സിംഗിൾ ഓർഡർ പ്ലേസ് ചെയ്യാം. സെല്ല് സിംഗിൾ ഓർഡർ നമുക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഇത് കണ്ടോ, ഓർഡേഴ്സിൽ GTT ഓർഡറിൽ കണ്ടോ, സെല്ല് സിംഗിൾ ഓർഡർ. ഒരു ക്വാണ്ടിറ്റി SBI 1200 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാങ്ങിച്ച ക്വാണ്ടിറ്റി സെല്ലാവും. ഇവിടെ ഷോർട്ട് സെല്ലില്ല, നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. ഡെലിവറിയിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സെൽ ഓർഡർ പ്ലേസ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിത് എക്സിക്യൂട്ട് ആകത്തില്ല. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കണം 1200 വിൽക്കാൻ. ഓർഡർ പ്ലേസ് ചെയ്യാം. എക്സിക്യൂട്ട് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ഒരു സമയത്ത് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ,
ഇനി രണ്ടാമത്തെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചറാണ്. നമുക്ക് ലോങ് ടൈമിലേക്ക് ആൾക്കാർ വാങ്ങും, അതിനുശേഷം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ടാർഗറ്റ് ഇടാനും വേണ്ടി സെല്ല് OCO ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. താഴെയും പ്രൊട്ടക്റ്റ് ചെയ്യാം. നമ്മൾ 970 വാങ്ങി 900 താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് 900 എന്നുള്ളത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 900 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഇത് ഒരു ക്വാണ്ടിറ്റി വിറ്റ് പൊക്കോളും. അതുപോലെ തന്നെ നമുക്ക് ടാർഗറ്റും സെറ്റ് ചെയ്യാം. 1200 വന്നു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ വേണ്ടിയുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നല്ലൊരു ഓർഡർ അല്ലേ, മുകളിലും താഴെയും രണ്ടിടത്തും. അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടാർഗറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വർഷത്തിനുള്ളിൽ കിട്ടിക്കോളും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളറിയാതെ സ്റ്റോപ്പ് ലോസും ഹിറ്റായിക്കോളും. ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ഈ ഒരു ഓർഡർ എങ്ങനെയാണ് വരുന്നത്, ഇതുണ്ടോ, 900 വന്നു കഴിഞ്ഞാലും എക്സിക്യൂട്ട് ആയി പോകും, 1200 പോയി കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആയി പോകും. 900 വന്നു കഴിഞ്ഞാൽ എത്രയാണ്, 70 രൂപ നഷ്ടം വരും, നമ്മൾ കട്ടാക്കാം. 1200 പോയി കഴിഞ്ഞാൽ 130 രൂപ പ്രോഫിറ്റ് കിട്ടും, നമ്മൾ കട്ടാക്കും. അപ്പോൾ ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്യൂച്ചറാണ് സെറോദയുടെ സെല്ല് OCO ഡെലിവറി ഓർഡർ. നല്ലൊരു ഫ്യൂച്ചറാണ്, ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്യൂച്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടൈമൊന്നും ഇല്ലാത്തവർക്ക് ഒരു സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റും ഡെലിവറി ലോങ് ടൈമിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഡറാണ് ഇത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഓർഡറാണ് ഇത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ എമാൻഡം എടുക്കുകയാണ്. എമാൻഡം ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ബൈ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ MDFും ഐസ്ബർഗും കവർ ഓർഡറും ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് MDF എന്ന് പറഞ്ഞാൽ മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് ഫെസിലിറ്റി എന്നാണ്. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ കുറവാണ്, പക്ഷേ നമുക്ക് ലോങ് ടൈമിലേക്ക് കൂടുതൽ പൈസയ്ക്ക് ബൈ ചെയ്യണമെങ്കിൽ, കൂടുതൽ ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ MDF എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 3642 രൂപയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ക്വാണ്ടിറ്റി ഇൻട്രാഡേയിലാണെങ്കിൽ ലിവറേജ് കിട്ടും, പക്ഷേ ഇവിടെ നമുക്ക് MDF ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മാർജിൻ ഫണ്ടിങ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 864 രൂപയ്ക്ക് ഈ ഒരു എമാൻഡം വാങ്ങാം. ബാക്കിയുള്ള പൈസ ആരാണ് തരുന്നത്, ബാക്കിയുള്ള പൈസ ബ്രോക്കറാണ് തരുന്നത്. അവരതിന് മുകളിൽ ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ 10 ദിവസമാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു 10 ദിവസം എത്ര എമൗണ്ട് ആണോ നമുക്ക് ലോണായിട്ട് തന്നേക്കുന്നത്, അതൊരു ലോൺ തന്നെയാണ്. ആ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് അവർ പിടിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ട്, അത് ലോങ് ടൈമിലേക്ക് റൺ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് MDF ട്രേഡിംഗ് എടുക്കരുത്. അത് പെട്ടെന്ന് വല്ല മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡിൽ 1-2 മാസങ്ങളിലുള്ളിൽ തന്നെ വലിയ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ MDF നല്ലതാണ്. ഇനി ആ ഒരു ഓർഡർ ഇത്രയും മാത്രമേ ഉള്ളൂ. MDF ഒരു ക്വാണ്ടിറ്റി നമുക്ക് എത്രയാണോ മാർക്കറ്റ് ഓർഡറിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡറിൽ എൻട്രി എടുക്കാം. സെയിം മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് ഫെസിലിറ്റിയാണ്. ഇനി രണ്ടാമതാണ് ഐസ്ബർഗ് ഓർഡർ. ഇതും ഒരു കുറച്ചും കൂടെ നമുക്ക് റീറ്റെയിലേഴ്സിന് അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഓർഡർ അല്ല. MDF യൂസ്ഫുൾ ആണ്. ഐസ്ബർഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 10000 ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങണം. 10000 ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വാങ്ങാൻ പറ്റില്ല, കാരണം 900ൻ്റെ രീതിയിലാണ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ലെഗ്സ് ഇട്ടും നമ്പർ ഓഫ് ലെഗ്സ് 10 ലെഗാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 10 തവണയായിട്ട് ഇത് എക്സിക്യൂട്ട് ആവും. അതായത് 1000 ക്വാണ്ടിറ്റിയിൽ ആദ്യമേ 1000 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആവും, പിന്നെ 2000 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആവും. പക്ഷേ നമുക്കിവിടെ വേണമെങ്കിൽ ലിമിറ്റ് പ്രൈസ് ഇട്ട് കൊടുക്കാം. 3632 എന്ന പ്രൈസിൽ ആദ്യമേ 1000 എക്സിക്യൂട്ട് ആവും, പിന്നെ രണ്ടാമത് എക്സിക്യൂട്ട് ആവും, മൂന്നാമത് എക്സിക്യൂട്ട് ആവും, നാലാമത് എക്സിക്യൂട്ട് ആവും, അങ്ങനെ 10000 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആവും. പക്ഷേ ഓരോ സീക്വൻസ് വൈസ് സ്ലൈസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ആവുന്നത്. ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്ക് ഇമ്പാക്ട് കോസ്റ്റ് കുറച്ച് തന്നെ നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് 3632 ചിലപ്പോൾ 33, 34 എക്സിക്യൂട്ട് ആകാതെ 3632 തന്നെ നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വലിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വലിയ എൻട്രീസ് ഒറ്റയടിക്ക് വരുന്ന എൻട്രീസ് കാണിക്കാതെ പതുക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് ഡെപ്തിൽ വരാതിരിക്കാൻ, കൃത്യമായിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആകും. വലിയ ക്വാണ്ടിറ്റീസിൽ ബൾക്കിൽ ക്വാണ്ടിറ്റി എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് കവർ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എന്താണ്, നമുക്ക് സ്റ്റോപ്പ് ലോസും ഇട്ട് തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും. ഈ ഒരു ഓർഡേഴ്സ് ഇവിടെ എന്താണ്, നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടത്, ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റിയാണ് വേണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റി എൻട്രി ചെയ്ത് കൊടുക്കാം. ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഏത് പ്രൈസിൽ, മാർക്കറ്റ് പ്രൈസിലാണ് വാങ്ങേണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുക്കാം. ബാക്കി ഇവിടെ സ്റ്റോപ്പ് ലോസ് എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എത്രയാണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 3600, 632 നിൽക്കുന്നത്. 3600 ഇപ്പോൾ ഇൻട്രാഡേ ലോങ് ടൈം തോണോ രണ്ടും സെലക്ട് ചെയ്യാം. ഇൻട്രാഡേയിൽ എടുക്കുന്ന പൊസിഷൻ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ ബൈ ആകുന്നു. 3600 ഇന്ന് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ വിൽക്കാൻ വേണ്ടി റെഡിയാണ് എന്നുള്ളതാണ് ഈ ഒരു ഓർഡർ സൂചിപ്പിക്കുന്നത്. ഞാനിത് ബൈ ചെയ്യുന്നില്ല. ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈ ആകും, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ലോസും വരും. ഒന്നുകിൽ നമുക്ക് ഇതിനെ ബൈ ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്ഷൻ കൊടുക്കാം, അതിന് ടാർഗറ്റ് വിടാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡറിൻ്റെ പ്രത്യേകത എന്താണ്, ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് ഒരു പ്രൊട്ടക്ഷൻ കൂടെ കൊടുക്കാനുള്ള ഓപ്ഷനും ഇത് തരുന്നുണ്ട്. ഇത്രയാണ് ടോട്ടലായിട്ട് സെറോദയുടെ കുറേ ഫ്യൂച്ചേഴ്സും കുറേ ഓർഡേഴ്സും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ബാക്കി ഇവിടെ 50 സ്റ്റോക്സ് ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗോൾഡ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഗോൾഡ് ബീസ്
ഗോൾഡ് ബീസ്, അതായത് നിപ്പോൺ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി ഒരു ETF ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഗോൾഡിൻ്റെ. ഇതൊരിക്കലും റെക്കമെൻഡേഷൻ അല്ല. പല ETF കിട്ടും ഗോൾഡിൻ്റെ. അതിൻ്റെ അകത്ത് ഇതുണ്ട് ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആക്സിസ്, DSP, BSL ഗോൾഡ് 1, കൊട്ടക്ക്, ഇവരെല്ലാം ഗോൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഗോൾഡിൻ്റെ ETF ആണ്. അപ്പോൾ 111 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ETFകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് പുതിയ ഇവൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരും. IPOs വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പുതിയ IPOs വരുന്നുണ്ടെങ്കിൽ IPOസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവൻറ്റ്സ് വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിവിടെ വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെങ്കിൽ സെറോദയിൽ നമുക്ക് കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻ്റർനാഷണൽ ETF ഇൻ്റർനാഷണൽ സ്റ്റോക്കുകൾ, മഫാങ് പോലെയുള്ള ഇൻ്റർനാഷണൽ ETFകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഇൻ്റർനാഷണൽ സ്റ്റോക്കിൻ്റെ ETF ആണ്, ബാസ്ക്കറ്റാണ്. അത് വാങ്ങണമെങ്കിൽ വാങ്ങാം. ETFകൾ വാങ്ങാം, ഗോൾഡ് വാങ്ങാം, സിൽവർ വാങ്ങാം, കോപ്പർ വാങ്ങാം. സിൽവർ വാങ്ങണമെങ്കിൽ സിൽവർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ സിൽവറിൻ്റെ ETF കിട്ടും, സിൽവറിൻ്റെ ETFകൾ കിട്ടും, അത് വാങ്ങാം. അതുപോലെ തന്നെ നമുക്ക് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ക്ലിയർ ചെയ്തിട്ട് എടുക്കുക. E2E റിയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ IPO വരുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസർ ഇൻ്റർഫേസ്, നല്ലൊരു ഇൻ്റർഫേസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ സെറോദയുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബ്രോക്കർ ഉപയോഗിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം, അല്ലെങ്കിൽ ചെറിയ ട്രേഡിങ്ങുകളൊക്കെ നടത്തണമെങ്കിൽ നടത്താം. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ലോങ് ടൈം ഡെലിവറി എടുക്കുന്ന സമയത്ത് ബ്രോക്കറേജ് 0 ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഹിഡൻ ചാർജസും കാര്യങ്ങളൊന്നുമില്ല. അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് 0 ആണ്. ടോട്ടലി ബാക്കിയുള്ള ബ്രോക്കറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും പഴയ ബ്രോക്കറാണ്. കൂടുതൽ ആക്റ്റീവ് ക്ലയൻസ് ഉണ്ട്, ബ്രോക്കറേജും കുറവാണ്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. കുറച്ച് വീഡിയോ ലെങ്ത് ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും മോഡൽസും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ലെങ്ത് ഉണ്ട്. ഓക്കെ, താങ്ക് യു.